ഹലോ, ഐ എം നാഫിയ ഫ്രം ജോവീസ് പെർഫെക്റ്റ് അക്കാഡമി. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പീറ്റ് സെൻറ്റൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? സ്പീക്കിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്, അതിൻ്റെ കുറച്ച് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് റിപ്പീറ്റ് സെൻറ്റൻസിൻ്റെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭാഗങ്ങളൂടിയുണ്ട്, അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. സോ today's we are talking with also repeat sentence. Okay, repeat sentence ഒന്നുകൂടി നമ്മൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്, അതും കൂടിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പീറ്റ് സെൻറ്റൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് എന്താണ് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്, അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. കീ ടെക്നിക്സ് ടു റിമെമ്പർ സെൻറ്റൻസ്. അതായത് ഒരു ഓഡിയോ നമ്മൾ കേൾക്കുകയാണ് അല്ലേ, ഷോർട്ട് ആൻഡ് ലോങ് ഓഡിയോ ഉണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ടാസ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്, അതിനുള്ളൊരു ടെക്നിക്കാണ് ഇപ്പോൾ പറയുന്നത്. ജങ്കിങ് ടെക്നിക്സ്. ചങ്കിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് ബ്രേക്ക് സെൻറ്റൻസസ് ഇൻ ടു 2-4 മീനിങ്ഫുൾ പാർട്സ്. ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ 2 or 4 മീനിങ്ഫുൾ ആയിട്ടുള്ള പാർട്ടുകളായി ജങ്ക് ചെയ്ത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഓർത്ത് വയ്ക്കുക. ഒന്ന് ഫോർ എക്സാമ്പിൾ നോക്കുക, ഇതിപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ആണ് ആ ഒരു ഓഡിയോയിൽ നമ്മൾ കേൾക്കാമെന്ന് വിചാരിക്കുക. ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് നെക്സ്റ്റ് മന്ത്. അതായത് അടുത്ത മന്തിൽ ആ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ആണ് നമ്മൾ ആ ഒരു ഓഡിയോയിൽ കേൾക്കുന്നത്, ഇതിനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ജങ്കിങ് ടെക്നിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ 2-4 2 to 4 ആയിട്ടുള്ള കുറച്ച് വേർഡുകളായിട്ട് ജങ്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ആലോചിച്ച് വയ്ക്കുക. ഒന്ന് ദ കമ്പനി എന്നുള്ള വേർഡ്, ആദ്യത്തെ ഒരു വേർഡ്, ഇപ്പോൾ 2 വേർഡായി. വിൽ ലോഞ്ച്, ദെൻ എ ന്യൂ പ്രൊഡക്റ്റ് നെക്സ്റ്റ് മന്ത്. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ്ലി ഓർത്ത് വയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഈ ഒരു സെൻറ്റൻസ് ആണ് അതിൽ കേൾക്കുന്നത്. ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് നെക്സ്റ്റ് മന്ത് ആണ് എന്നാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈച്ച് ആൻഡ് എവറി ചെറിയ 2-4 മീനിങ്ഫുൾ ആയിട്ടുള്ള പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഡിവിഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. കുറച്ച് ആ ഒരു സെൻറ്റൻസ് നമ്മൾ ഫുള്ളായിട്ട് പറയാം. അപ്പോൾ ദ കമ്പനി എന്നുള്ളത് ആദ്യം, ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വേർഡ്സുകൾ ഓർത്ത് വയ്ക്കാം, ആൻഡ് ഓൾസോ സെൻറ്റൻസ് കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. അതാണ് ജങ്കിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ബ്രേക്ക് ദ സെൻറ്റൻസ് ഇൻ ടു 2-4 മീനിങ്ഫുൾ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓർത്ത് വെച്ചാൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ കീവേഡ് മെമ്മറി ടെക്നിക്സ്. അതായത് മെമ്മറി നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ 3 സ്കിൽസ് ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്പീക്കിംഗ്, പിന്നെ ലിസണിങ്, ആൻഡ് ഓൾസോ മെമ്മറി പവർ കൂടി നമ്മൾ ഇത് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ കീവേഡ്സ് മെമ്മറി ടെക്നിക്ക്, അത് മെമ്മറി ടെക്നിക്ക്, അത് നമ്മളുടെ മെമ്മറി ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ സബ്ജക്റ്റ്, മെയിൻ വെർബ്, ടൈം ഓർ പ്ലേസ്. ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈച്ച് ആൻഡ് എവറി വേർഡ് മെമ്മറൈസ് ചെയ്ത് വേഗം തന്നെ പറയാൻ പറ്റും. എങ്ങനെ? ഫോക്കസ് ഓൺ സബ്ജക്റ്റ്. അവിടെ എന്തെങ്കിലും സബ്ജക്റ്റ്, എന്തായാലും ഒരു സബ്ജക്റ്റിൽ അതൊരു സെൻറ്റൻസ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൽ സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് ഫോക്കസ് ചെയ്യുക. സെക്കൻഡ് വൺ ഈസ് മെയിൻ വേർബ്. എന്തായാലും ഒരു വേർബ് അവിടെ തന്നിട്ടുണ്ടാവും. എന്തായാലും ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, മെയിൻ വേർബ് ഉണ്ട്, ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഒരു സെൻറ്റൻസ് വരുമ്പോൾ അല്ലേ. അപ്പോൾ ഫോക്കസ് ഓൺ ആദ്യം തന്നെ ആ ഒരു മെമ്മറി, നമ്മളുടെ ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി വേർഡുകൾ നമുക്ക് മെമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പാണ് ഫോക്കസ് ഓൺ സബ്ജക്റ്റ്. ആ സെൻറ്റൻസ് പറയുമ്പോൾ അതിൽ സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് ഫോക്കസ് ചെയ്യുക. അതിൽ തന്നിരിക്കുന്ന മെയിൻ വേർബ് അതാണെന്ന് ഫോക്കസ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ടൈമോ പ്ലേസോ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഫോക്കസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇഗ്നോർ സ്മോൾ വേർഡ്സ് ഇഫ് നീഡഡ്. എ, ദ, ഓഫ്, ടു എന്ന് പറയുന്ന കുഞ്ഞായിട്ടുള്ള വേർഡുകൾ ഇഗ്നോർ ചെയ്യുക. ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ ഈ പറയുന്ന എ, ദ എന്ന് പറയുന്ന 2 ആർട്ടിക്കിൾ, ഓഫ്, ടു എന്നൊക്കെ പറയുന്ന പ്രിപ്പോസിഷൻസ് എന്ത് ചെയ്യുക, ആവശ്യമില്ലെങ്കിൽ ഇഫ് നീഡഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു സംഭവം ഇത് കളയുക. കാരണം ഗ്രാമർ അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ കൂടിയും
ഇനി അഥവാ നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. പക്ഷെ അത് കിട്ടുന്നില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്ത് കളയാം. അതാണ് നമ്മളുടെ മെമ്മറി പവർ കൂട്ടാനുള്ളൊരു ടിപ്പ് പറയുന്നത്. കാരണം നമ്മളൊരു സെൻറ്റൻസ്, വലിയൊരു സെൻറ്റൻസ് ആണല്ലോ നമ്മൾ കേൾക്കുക. അപ്പോൾ അതിനകത്ത് സബ്ജക്റ്റ്, മെയിൻ വെർബ്, ടൈം, പ്ലേസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ സബ്ജക്റ്റ് ഏതാ, മെയിൻ വെർബ് ഏതാ, ടൈം, പ്ലേസ് ഏതാന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ മെമ്മറിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ എ, ദ, ഓഫ്, ടു എന്നുള്ള വേർഡ്സുകൾ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ദെൻ ഇനി സെൻറ്റൻസ് സ്ട്രക്ചർ അവയർനെസ്, അതായത് കോമൺ ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം തന്നെ സബ്ജക്റ്റ് ആയിരിക്കും, പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ആ ഒരു ഫോമിലാണ്, ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ എന്തായാലും ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലെങ്കിൽ ടൈം. ഈ പറയുന്ന രണ്ട് പാറ്റേൺസിലായിരിക്കുള്ളൂ കോമൺ ആയിട്ട് നമ്മളുടെ സെൻറ്റൻസുകൾ വരാം. അപ്പോൾ അല്ലെങ്കിൽ പാസീവ് വോയിസുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസുകൾ ഉണ്ടാകാം. നോയിങ് സ്ട്രക്ചർ ഹെൽപ്സ് യു റീബിൽഡ് സെൻറ്റൻസസ് ഇഫ് യു മിസ് വേർഡ്സ്. അതായത് സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, അതാണ് നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി. അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ടൈം, അല്ലെങ്കിൽ ചിലപ്പോൾ പാസീവ് വോയിസുകളോ കണ്ടീഷണൽ സെൻറ്റൻസുകളോ വരാം. അപ്പോൾ അതായത് കണ്ടീഷണൽ വിച്ച് മീൻസ് ഇഫ് വെച്ചിട്ടുള്ള തേർഡ് കണ്ടീഷണൽ, അങ്ങനത്തെ ഒരുപാട് കണ്ടീഷണൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ട്രക്ചർ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ റീബിൽഡ് സെൻറ്റൻസ് ഇഫ് യു മിസ് വേർഡ്സ്. ഏതെങ്കിലും ഒരു വേർഡ്സ് ആ ഒരു സീക്വൻസിൽ മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്നുകൂടി നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കുക. ഇത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് മിസ്സായെങ്കിൽ ആ സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മിസ്സായി പോയ വേർഡ്സിനെ പകരം നമുക്ക് ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സബ്ജക്റ്റ് കിട്ടി പ്ലസ് വെർബ് ചിലപ്പോൾ മിസ്സായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സ്ട്രക്ചറിൽ പറഞ്ഞ ഏതെങ്കിലും ഇതിലുള്ളൊരു വേർഡ് നമുക്ക് മിസ്സായി പോയെങ്കിൽ ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസിനെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് റീബിൽഡ് ചെയ്ത് പറഞ്ഞു പോവാം. ഇതറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏത് വേർഡാണ് മിസ്സായെന്നുള്ളത് നമുക്ക് കിട്ടില്ല, ബാക്കിയുള്ളത് വെച്ച് നമ്മൾ പറയും. അപ്പോൾ ഈ പറയുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതറിയാമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വേർഡ് മിസ്സായി പോയി കഴിഞ്ഞാൽ അത് റീബിൽഡ് ചെയ്ത് ഒന്നിച്ചങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന സെൻറ്റൻസ്, കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് ക്രിയേഷൻ, ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്ന പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആ ഒരു റിപ്പീറ്റ് സെൻറ്റൻസ് വളരെ എളുപ്പമായിട്ട് പറയാൻ പറ്റും. ദെൻ സ്പീക്കിംഗ് സ്ട്രാറ്റജി. ഇനി നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ദ 3 സെക്കൻഡ് റൂൾ, അതായത് ഞാൻ റിപ്പീറ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമുക്കൊരു 3 സെക്കൻഡ് റൂൾ ഓഫ് PTE സ്പീക്കിങ്ങിലുണ്ട്. അത് സ്പീക്കിങ്ങിലെ എല്ലാ സെഷൻസിനും നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ സ്പീക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർട്ടിക്കുലർ പ്രിപ്പറേഷൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആഫ്റ്റർ ആക്ച്വൽ ഓഡിയോ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സഡൻലി ആൻസർ അപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തോർക്കില്ല, ചിലപ്പോൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ മെമ്മറൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ 3 സെക്കൻഡ് റൂള് നമ്മൾ മറന്നു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സെക്കൻഡ് റൂളിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ വിൽ ബി 0. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, 3 സെക്കൻഡ് റൂള് കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും വേണം. 3 സെക്കൻഡ് റൂൾ ഉണ്ട്. അപ്പോൾ ഒരു ഓഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി അറ്റ് ദ മൊമെൻറ്റ് അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് പറയാം. പിന്നീട് ഒരു കാരണവശാലും നമ്മൾ കുറേ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ദ സ്കോർ വിൽ ബി 0. അപ്പോൾ അതുകൊണ്ട് 3 സെക്കൻഡ് റൂള് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആഫ്റ്റർ ഓഡിയോന് ശേഷം പോസ് 1-2 സെക്കൻഡ്സ് മെൻ്റലി. ചിലപ്പോൾ ഓഡിയോന് ശേഷം ചിലപ്പോൾ മെൻ്റലി നമ്മളൊന്ന് 1-2 സെക്കൻഡ്സ് ഒന്ന് പോസ് ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും ആ ഒരു അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നാച്ചുറലി നമ്മൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് അതെന്താ പറഞ്ഞതെന്നുള്ളത് ഇതേയില്ല. പക്ഷേ പരമാവധി 2 സെക്കൻഡ് എന്നുള്ളത് ഒന്ന് കുറച്ച് കൊണ്ടുവരാം. ഇനി അറ്റ്ലീസ്റ്റ് നമ്മൾ മെമ്മറൈസ് ചെയ്യാണ്, പോസ് ചെയ്ത് നമ്മളൊന്ന് ആലോചിക്കുവാണ് എന്താണ് ആ ഒരു ഓഡിയോയിൽ പറഞ്ഞതെന്നുള്ളത് നമുക്ക്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് എന്താണെന്നുള്ള വേർഡ്സ് നമുക്ക് കണക്ട് ചെയ്ത് വരാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ 1-2 സെക്കൻഡ്സ് മെൻ്റലി ഒന്ന് പോസ് ചെയ്യും. അത് ഓക്കെ. അതർവൈസ് ആ 3 സെക്കൻഡ് റൂൾ ഉണ്ടെന്ന് ആലോചിച്ചിട്ട് വേണം പോസ് ചെയ്യാൻ. 2 സെക്കൻഡിൽ കൂടുതലായിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി 3 സെക്കൻഡ് റൂൾ വന്ന് ബ്രേക്ക് ആവും.
സോ 0 വരും. അപ്പോൾ അല്ലെങ്കിൽ അറേഞ്ച് ആ 1-2 സെക്കൻഡ്സ് മെൻ്റലി ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പറഞ്ഞ ചങ് ടെക്നിക്ക്, അതായത് ഈച്ച് ആൻഡ് എവറി ആ ഒരു വലിയ സെൻറ്റൻസിനെ 2-4 വേർഡ്സുകളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ 1-2 സെക്കൻഡ്സ് മെൻ്റലി നമ്മൾ പോസ് ചെയ്യുമ്പോൾ ആ ചങ് വേർഡ്സുകൾ, ഇപ്പോൾ ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് നെക്സ്റ്റ് മന്ത് എന്നുള്ള ആ ഒരു ഇതാണ് സീക്വൻസ് എങ്കിൽ, ആ ഒരു ഇതാണ് ഓഡിയോയിൽ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ദ കമ്പനി, അങ്ങനെ നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് അന്ന് അറേഞ്ച് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് കോൺഫിഡൻ്റ്ലി, അത് അറേഞ്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡോണ്ട് റഷ് മീൻസ് നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ ഒന്ന് സംശയം വന്നു, ഫില്ലർ വേർഡ്സ് ആഡ് ചെയ്യുന്നു, ഹെസിറ്റേഷൻ യൂസ് ചെയ്തു. ഐ മീൻ റഷ്നെസ് മീൻസ് ആ ഒരു നമുക്ക് അത്രയും കോൺഫിഡൻ്റ് അല്ലാത്ത രീതിയിൽ സംസാരിക്കാണ്ടിരിക്കുക. ബി കാം ആൻഡ് ക്ലിയർ, അത് റഷ് ചെയ്യരുത്, അതിന് പകരം വളരെ കാമും ക്ലിയർ ആയിട്ട് അറേഞ്ച് ചെയ്ത ചങ്ക്സിനെ ആ സീക്വൻസ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ റഷ്നെസ്സോ മൈൻഡിൽ ഡിസ്ട്രക്ഷൻസോ പാനിക്കോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത ആ സംഭവം കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും, ആ സീക്വൻസേ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ. 3 സെക്കൻഡ് റൂൾ നോക്കണം. ഓഡിയോന് ശേഷം 1-2 സെക്കൻഡ് മെൻ്റലി പോസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അറേഞ്ച് ചങ്ക്സ്, ആ ഒരു വേർഡിൻ്റെ ആ 2-4 വേർഡ്സുകളായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് കോൺഫിഡൻ്റ്ലി, ഡോണ്ട് റഷ്, ബി കാം ആൻഡ് ക്ലിയർ. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആ പ്രൊനൗൺസിയേഷൻ സ്കോർ വരുള്ളൂ. ഓക്കെ, അത് വേർഡ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊനൗൺസിയേഷൻ്റെ സ്കോർ വരില്ല. ആൻഡ് ഓൾസോ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഫ്ലുവൻസി ബ്രേക്ക് ആവും, ടോട്ടലി കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാം. ദെൻ വോയിസ് ആൻഡ് സ്പീഡ്, ഇതൊക്കെ സ്പീക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്പീക്ക് അറ്റ് നോർമൽ സ്പീഡ്, നോട്ട് ടു ഫാസ്റ്റ്. നോർമൽ സ്പീഡിൽ വായിക്കുക. ഭയങ്കര സ്പീഡായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേർഡ്സ് ക്യാച്ച് ആവില്ല എന്ന് വരും. മീഡിയം ലൗഡ്നെസ്, വലിയൊരു ലൗഡ് നോയ്സിൽ വായിക്കാനല്ല, ഒരു മീഡിയം ലൗഡ്നെസ് കീപ്പ് ചെയ്ത് വായിക്കുക. ആൻഡ് ഓൾസോ എന്ത് ചെയ്യരുത്? നോട്ട് ടു ഫാസ്റ്റ്, വളരെ ഫാസ്റ്റിലും വായിക്കരുത്, വളരെ നോർമൽ സ്പീഡിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സീക്വൻസ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് രീതിയിൽ, ജസ്റ്റ് ലൈക്ക് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ജസ്റ്റ് ലൈക്ക് ആ ഒരു ആക്ച്വൽ ഓഡിയോയിൽ സ്പീക്കറിൻ്റെ റിതം നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സീക്വൻസ് കിട്ടും. മീഡിയം ലൗഡ്നെസ്, അത് മീഡിയം ലൗഡ്നെസ്സിൽ പോവുക. ഇനി ഇൻറ്റൊണേഷൻ ശ്രദ്ധിക്കുക. നാച്ചുറൽ ഇംഗ്ലീഷ് ഋതത്തിൽ വായിക്കുക. അല്ലാണ്ട് നമ്മൾ മലയാളം പറയുന്നത് പോലെ ആ ഒരു റിപ്പീറ്റ് സെൻസ് കേട്ടിട്ട് ഇംഗ്ലീഷ് പറയാൻ നിൽക്കരുത്. നാച്ചുറൽ ഇംഗ്ലീഷ് ഋതം. സ്ട്രെസ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, സ്ട്രെസ് കൊടുക്കേണ്ട വേർഡ്സിന് കൃത്യമായിട്ട്, ഇപ്പോൾ റീഡ് അലൗഡിന് നമ്മൾ പറഞ്ഞു സ്ട്രെസ് കൊടുക്കേണ്ട വേർഡ്സ് ഏതൊക്കെയാണ്? ING, S, ED, ആ പറയുന്ന വേർഡ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന എന്തെങ്കിലും വേർഡ്സ് ആ ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഓഡിയോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് കൊടുക്കേണ്ട വേർഡ്സിന് കൃത്യമായിട്ട് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പറയുക. അവോയ്ഡ് റോബോട്ടിക് ടോൺ, റോബോട്ട് പറയുന്ന പോലെ വളരെ റോബോട്ടിക് ആയിട്ട് പറഞ്ഞു പോകരുത്. നാച്ചുറലി നമ്മൾ എങ്ങനെയാണോ ഇംഗ്ലീഷ് ഋതം ഫോളോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു പോവുക. റോബോട്ടിക് സ്പീഡിൽ വളരെ യാന്ത്രികമായിട്ട് പറയാൻ നിൽക്കരുത്. ഓക്കെ, അതാണ് വോയിസ് സ്പീഡും ഇൻറ്റോണേഷനും ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ടു ഡു ഇഫ് യു ഫോർഗോട്ട് വേർഡ്സ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ് മറന്നു പോയാൽ എന്ത് ചെയ്യും? എങ്ങനെ? റിപ്പീറ്റ് ഫസ്റ്റ് ഹാഫ് കറക്റ്റ്ലി. അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക, ആദ്യത്തെ കുറച്ച് സീക്വൻസ് കിട്ടും, ഒരു 4-5 സീക്വൻസ് വേർഡ്സുകൾ കറക്റ്റായിട്ട് കിട്ടും വ്യക്തമായിട്ട്. അത് കറക്റ്റായിട്ട് റിപ്പീറ്റ് ഫസ്റ്റ് ഹാഫ് കറക്റ്റ്ലി. ഇപ്പോൾ ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കറക്റ്റായിട്ട് നമ്മൾ സ്പീക്ക് ചെയ്യുക. യൂസ് കറക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ. നേരത്തെ നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ പറഞ്ഞു, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് ടൈം. ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ചെയ്തിട്ട് പോവുക. യൂസ് കറക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യുക. അല്ലാണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്ന പോലെ പറയരുത്. അവോയ്ഡ് ഗസ്സിങ് റോങ് വേർഡ്സ്. അതായത് റോങ് വേർഡ്സ് ഗസ് ചെയ്ത് നമ്മൾ അതായിരിക്കും എന്നുള്ള രീതിയിൽ, വേറെ വേർഡായിരിക്കും അതിൽ പറഞ്ഞത് വേറെ വേർഡായിരിക്കും, നമ്മളതാണെന്ന് ഉദ്ദേശിച്ചിട്ട് ഗസ് ചെയ്ത് പറയും. അത് അവോയ്ഡ് ചെയ്യുക. ദെൻ ഡോണ്ട് സ്റ്റോപ്പ് സഡൻലി, പെട്ടെന്ന് തന്നെ നിർത്തരുത്. ഡോണ്ട് റീസ്റ്റാർട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ. അതായത് ഇപ്പോൾ നമുക്കൊരു വേർഡ് കിട്ടിയില്ല, പ്രെപ്പ് ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പറയണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ് സഡൻലി, ഒന്ന് നിർത്തിയിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ദ കമ്പനി വിൽ വെച്ച് നിർത്തിയിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പറയരുത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ഗ്യാപ്പ് ഇടരുത്. പെട്ടെന്ന് നിർത്തിയിട്ട് വീണ്ടും അത് തുടരുക, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡോണ്ട് റീസ്റ്റാർട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ.
വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പും ചെയ്യരുത്. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ഫസ്റ്റ് ഹാഫ് കറക്റ്റായിട്ട് പറയുക, കറക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യുക, ഗെസ്സിങ് റോങ് വേർഡ്സ് അതിലില്ലാത്ത ഏതെങ്കിലും വേർഡ് നമ്മൾ ഊഹിച്ച് ഉണ്ടാക്കി പറയാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഏതെങ്കിലും ഒരു വേർഡ്സ് മിസ്സായി പോയിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഹാഫ് കറക്റ്റായിട്ട് പറയുക, ബാക്കിയുള്ള ചിലപ്പോൾ കിട്ടാതിരിക്കാം, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കൃത്യമായിട്ട് പറഞ്ഞു പോവുക, കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ഫോളോ ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി എവിടെയെങ്കിലും മിസ്സായി പോയിട്ട് കുഴപ്പമില്ല, കറക്റ്റ് ഫസ്റ്റ് ഹാഫ് ആ ഒരു ബി ഫോക്കസ് ഓൺ ദ ഫസ്റ്റ് ഇനീഷ്യൽ 4 or 5, 6 വേർഡ്സ്. ആ പറയുന്ന കുറച്ച് കറക്റ്റായിട്ടുള്ള മേ ബി 4 അല്ലെങ്കിൽ 5 ആ കറക്റ്റ് ഇനീഷ്യൽ വേർഡ്സ് 5 എണ്ണം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഈ പറയുന്ന സെൻറ്റൻസ് സ്ട്രക്ചറും കൂടി നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോകും. പിന്നെ മിസ്സായി പോയ വേർഡ്സ് അതിൻ്റെ അകത്ത് ചിലപ്പോൾ കിട്ടിയില്ല, കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് കറക്റ്റായിട്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ വരും. പിന്നെ പെട്ടെന്ന് നിർത്തുകയും ചെയ്യരുത്, വീണ്ടും അത് എഗെയിൻ എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്, അതായത് കോമൺ ആയിട്ട് റിപ്പീറ്റ് സെൻറ്റൻസ് ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്താറുണ്ട്. ആ മിസ്റ്റേക്സ് പാടെ ഒഴിവാക്കുക. ലോങ് സൈലൻസ് ബിഫോർ സ്പീക്കിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞു മെൻ്റലി 1-2 seconds ഒന്ന് നാച്ചുറലി ഒന്ന് പോസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന ചങ്ക് വേർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാനല്ല. അപ്പോൾ അതുകൊണ്ട് ലോങ് സൈലൻസ്, കുറേ നേരം ആലോചിച്ച് ഇതെന്തായിരിക്കും ഈ സീക്വൻസ് പറഞ്ഞതെന്നുള്ളത് ആലോചിച്ച് നിൽക്കരുത്. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്, അത് അവോയ്ഡ് ചെയ്യുക. ലോങ് സൈലൻസ് ബിഫോർ സ്പീക്കിംഗ്, അതായത് സ്പീക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ചിലപ്പോൾ റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ടാവും, അപ്പോൾ അവിടെ കുറേ നേരം നമ്മളൊന്ന് ലോങ് പോസ് ചെയ്ത് നിർത്തരുത്, അല്ലെങ്കിൽ ലോങ് സൈലൻസ് ആയിട്ട് നിൽക്കരുത്. റിപ്പീറ്റിംഗ് സെൻറ്റൻസ് ട്വൈസ്, ഒരു സെൻറ്റൻസ് തന്നെ വീണ്ടും 2 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ചെയ്യരുത്. ഓവർ തിങ്കിങ് ഗ്രാമർ ഓവർ തിങ്കായിട്ട്, അതായത് അത്യാവശ്യമുള്ള ഗ്രാമർ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ആലോചിക്കാം, അതല്ലാതെ ഓവറായിട്ട് ഗ്രമാറ്റിക്കൽ റൂൾസ് അതിൻ്റെ അകത്ത് ഇടയിൽ കൊണ്ടുവന്ന് അത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ആഡിങ് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യണ്ട, അതില്ലാത്ത വേർഡ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ട. ആ സീക്വൻസിൽ, അതായത് ആ ഒരു ഓഡിയോയിൽ എന്ത് പറഞ്ഞോ അത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ റിപ്പീറ്റ് സെൻറ്റൻസ് നമുക്ക് പേര് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്ത് ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെ മൊത്തം ജംബിൾഡ് ഓർഡറിലാവും, അല്ലെങ്കിൽ റോങ് സെൻറ്റൻസ് ആകും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വേർഡ് ആഡ് ചെയ്യണ്ട. വെരി ലോ വോയിസ് ഓർ വിസ്പറിങ്, വളരെ ലോ ആയിട്ട് പറയുക, അല്ലെങ്കിൽ വിസ്പറിങ് രഹസ്യം പറയുന്നത് പോലെ പറയുക, അതൊക്കെ ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു മീഡിയം ലൗഡ്നെസ്സിൽ നമ്മൾ പറഞ്ഞു പോവുക. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ്, അത് പരമാവധി ഒഴിവാക്കുക. ദെൻ ഹൈ സ്കോറിങ് സ്ട്രാറ്റജി, അതായത് നമുക്ക് കുറച്ചും കൂടി സ്കോർ കിട്ടാനുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷോർട്ട് സെൻറ്റൻസ് ആണെങ്കിൽ റിപ്പീറ്റ് ഫുള്ള്. ഇപ്പോൾ ചെറിയൊരു ഫോർ എക്സാമ്പിൾ ഇമെയിൽസ് ആർ ക്വിക്ക് ആൻഡ് കൺവീനിയൻറ്റ് എന്നുള്ള ഒരു സെൻറ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ചെറുതാണ്, വളരെ ഷോർട്ടാണ്. അപ്പോൾ ഷോർട്ടായിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ഫുള്ളി, അതങ്ങനെ തന്നെ നമ്മൾ ഇപ്പോൾ ഇമെയിൽസ് ആർ ക്വിക്ക് ആൻഡ് കൺവീനിയൻറ്റ് എന്ന് പറഞ്ഞത് അത് അതുപോലെ തന്നെ ഇമെയിൽസ് ആർ ക്വിക്ക് ആൻഡ് കൺവീനിയൻറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്യുക ഷോർട്ട് സെൻറ്റൻസ് ആണെങ്കിൽ. ലോങ് സെൻറ്റൻസ് ആണെങ്കിൽ റിപ്പീറ്റ് അക്യുറേറ്റ് പാർട്സ്, അതായത് ആവശ്യമുള്ള പാർട്സുകൾ റിപ്പീറ്റ് ചെയ്യുക, അല്ലാത്തത് റെപ്പിറ്റേഷൻ വരുത്തരുത്. പരമാവധി അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കൃത്യമായിട്ട് പറഞ്ഞു പോവുക. അപ്പോൾ ഇനി കറക്റ്റായിട്ട് നമുക്ക് സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലുവൻസി പ്ലസ് പ്രൊനൗൺസിയേഷൻ ഈക്വൽ ടു ഗ്യാരണ്ടീഡ് മാർക്സ്. അതായത് കോണ്ടൻറ്റ് ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇനീഷ്യൽ കറക്റ്റായിട്ടുള്ള വേർഡ്സുകൾ വന്നാൽ തന്നെ ഒരു 5-6 വേർഡ്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 5-6 ഫസ്റ്റ് സീക്വൻസിൽ ആ ഒരു 5-6 വേർഡ്സ് കറക്റ്റായിട്ട് പറഞ്ഞാൽ കോണ്ടൻറ്റ് കൃത്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കോണ്ടൻറ്റ് മറന്നു പോകരുത്. ഫ്ലുവൻസി പ്ലസ് പ്രൊനൗൺസിയേഷൻ ഈക്വൽ ടു ഗ്യാരണ്ടീഡ് മാർക്ക്, കറക്റ്റായിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഈ പറയുന്ന പോലെ റഷ്നെസ് ഒഴിവാക്കി, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒഴിവാക്കി, വീണ്ടും ആ ഒരു ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കി, കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ മിസ്റ്റേക്സുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഫ്ലുവൻസി വരും. ആൻഡ് ഓൾസോ വേർഡ്സ് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ പ്രൊനൗൺസിയേഷന് മാർക്ക് കയറും. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്യാരണ്ടീഡ് മാർക്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം റിപ്പീറ്റ് സെൻറ്റൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് സെൻറ്റൻസുമായി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ഓൺ യുവർ കോമെൻറ്റ് സെക്ഷൻ. ആൻഡ് ഓൾസോ എന്താണ് ഈ പറയുന്ന പോലെ മിസ്റ്റേക്സ് ഒരുപാട് വരുന്നുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, പ്രിപ്പ് ടൈം ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്ത് തീർക്കേണ്ട ടാസ്ക് ആയതുകൊണ്ടും ഇൻ്റഗ്രേറ്റഡ് ടാസ്ക് ആയതുകൊണ്ടും ചിലവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. അത് എത്രത്തോളം മെമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റും എന്നുള്ളതും ഒരു ഇച്ചിരി ഇതാണ്. ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പരമാവധി നമുക്ക് സ്കോർ, പരമാവധി അല്ല, കറക്റ്റായിട്ടുള്ളൊരു സ്കോറിങ്ങിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും മേ ബി നമ്മളെ സ്കോർ കുറച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ടിപ്സൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വി വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ ഇൻ റിപ്പീറ്റ് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. കറക്റ്റായിട്ടുള്ള ഇതിലൂടെ മെത്തേഡിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ റിപ്പീറ്റ് സെൻറ്റൻസ് അധികം എന്താണ് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.